എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സിമ്പിൾ ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കാം. നമ്മളുടെ കയ്യിൽ നിത്യവുമുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെറും 5-10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുവാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഒത്തിരി ചെറുതാക്കണ്ട, ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് നമ്മളുടെ കറിയും റെഡിയാക്കി എടുത്തേക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു മൺചട്ടി ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടിയ ശേഷം 1-2 വറ്റൽമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 വലിയ പച്ചമുളക് ഇതുപോലെ ഒന്ന് പിളർന്നിട്ട് കൊടുക്കാം. ചെറുതായിട്ടെല്ലാം ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഞാനൊരു 5-6 എണ്ണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം. ഞാൻ ഒരു ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ഒത്തിരി വഴറ്റി ഉടച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തക്കാളി ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് അടച്ചും കൂടി വെച്ച് കൊടുത്താൽ തക്കാളി നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതാ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നല്ല കറക്റ്റ് പാകത്തിന് നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഒരു ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് കലക്കി അങ്ങ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ കട്ട പിടിച്ചിരിക്കുന്ന അരപ്പുകളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ചെറുതായിട്ട് തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അരപ്പൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ കറി നല്ല പാകമായി ഇതുപോലെ ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കറിയുടെ ടേസ്റ്റ് ഇരട്ടിയാവും. എന്നിട്ട് നമുക്ക് ഫ്ലെയിമും കൂടി അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മളുടെ നല്ല ടേസ്റ്റുള്ള നല്ല നാടൻ ഒരു ഒഴിച്ച് കറി വളരെ പെട്ടെന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തക്കാളി കൊണ്ട് ഈ രീതിയിൽ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്